നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നല്ലൊരു ശതമാനം കമൻറ്റും എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ദൈവം എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത് തുടങ്ങിയ തരത്തിലുള്ള കമൻറ്റുകളാണ്. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ വേറെ ചില കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ആ ശരീരം എത്ര ഭംഗിയായിട്ടാണ് പരിപാലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭംഗിയുള്ള മുടിയും സ്വന്തമായിട്ടൊന്ന് കൈപൊക്കി നോക്കാൻ പോലും കഴിയില്ലെങ്കിലും ആ കയ്യിലൊരു വാച്ചും അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രവും ഒക്കെ തന്നെ അദ്ദേഹത്തെ കൂടുതൽ സുന്ദരനാക്കുന്നുള്ളതാണ്. ഇനി നമ്മളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ദിനേന എന്തെല്ലാം കുറ്റങ്ങളാണ് പറയാനുള്ളത് അല്ലേ? നമ്മുടെ ശരീരത്തെക്കുറിച്ചിട്ടും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചിട്ടും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നുകൊണ്ട് എനിക്കതില്ല ഇതില്ല ഈ തരത്തിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ ചിരിയാണ്. ആ താഴെ നിന്നും മുകളിലേക്ക് എടുത്തു വെക്കുമ്പോഴുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ചിരി ഒരിക്കലും മായുന്നില്ല. അപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ചെറിയ നിസാരമായിട്ടുള്ള ചില കാര്യങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ ചിരി എങ്ങോ പോയി മായുകയാണ് അല്ലേ? നമുക്കൊന്നും സന്തോഷിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. മൂന്നാമതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ആ ആളെ പരിചരിക്കുന്ന കൂടെ ഒരാളില്ലേ, ആ പയ്യനെ കുറിച്ചാണ്. അവൻ എത്ര സന്തോഷത്തോടുകൂടിയാണ് അത് ചെയ്യുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ലേശം പോലും ഒരു വിഷമനകത്ത് കാണുന്നില്ല. ഒരാളൊരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, അത് അവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ആ പയ്യൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ആത്മവിശ്വാസത്തോടുകൂടി ആ കയ്യും കാലും ഒന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള കുറേ ആളുകൾ അവരോടൊപ്പം ഉള്ളതുകൊണ്ടായിരിക്കും. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ? ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോഴാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.